തമ്പുരാന്റെ ഉപാസനാമൂർത്തിയായ തലശ്ശേരിക്കടുത്ത് മുഴക്കുന്നിലെ പോർക്കലി ഭഗവതി ക്ഷേത്രത്തിൽ ഉത്ഭവിച്ചു കണ്ട മിഴാവ് കോട്ടയത്തിന്റെ ഹൃദയഭാഗത്ത് പ്രഭാതത്തിൽ തന്നെ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ ഏറ്റവും സന്തോഷമുണ്ട്. കോട്ടയത്തിന്റെ നെറ്റിത്തടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രധാന ദിവസത്തെ സമാപന സമ്മേളനത്തിന്റെ ആദ്യാരംഭത്തിൽ തന്നെ ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് എനിക്ക് കുറച്ച് ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികൾ പറഞ്ഞ ആത്മപ്രശംസ പറയാൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു വാക്കുകൊണ്ട് കഴിക്കുകയാണ്. ഞാൻ കേമനാണ്, എനിക്ക് തന്നെ വോട്ട് കിട്ടുന്നതൊക്കെ സാധാരണ എല്ലാ സ്ഥാനാർത്ഥികളും പറയുന്നത്, അതുപോലെ പറയാതുകൊണ്ടാണ്. ഞാൻ അന്യജാതിയിൽ നിന്നും വ്യത്യസ്തനാണ്. ഈ മിഴാവ് ഉപയോഗിച്ച് ചാക്യാർ, നമ്പ്യാർ, നങ്ങ്യാർ സമുദായക്കാരായിട്ടുള്ള പ്രത്യേക ജാതി
ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി ശ്രീ ടി.കെ. രാമകൃഷ്ണൻ, ശ്രീ പൊൻകുന്നം വർഗീസ്, ശ്രീ ഒ.വി. വിജയ്, ശ്രീ ജേക്കബ് മാത്യു, മാന്യ സദസ്യരെ, 1974 ഓഗസ്റ്റ് 29 ശ്രീ എൻ കൃഷ്ണയ്യർ ഉദ്ഘാടനം ചെയ്ത DC ബുക്സ് ഇന്ന് കൃത്യം 25 വർഷം തികയുകയാണ്. 24ാം പിറന്നാൾ എടുത്തപ്പോൾ തന്നെ DC ബുക്സിന്റെ സ്ഥാപകനും എൻ്റെ പിതാവുമായ ശ്രീ DC കിഴക്കേമുറി തൻ്റെ സ്വതസിദ്ധമായ ദീർഘദർശനത്തോടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷ പരിപാടികൾക്ക് രൂപം നൽകുകയും അതനുസരിച്ച് 1998 ഓഗസ്റ്റ് 8-ാം തീയതി ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശ്രീ KR നാരായണൻ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കുന്ന വിവിധ പരിപാടികളോടെ ജൂബിലി ആഘോഷങ്ങൾ സമാപിക്കുകയാണ്. ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം കുറിക്കുന്ന ചടങ്ങുകളുടെ ഉദ്ഘാടനമാണ് ഈ യോഗത്തിൽ നടക്കുന്നത്. ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് സന്തോഷത്തോടെ സമ്മതിക്കുകയും ഇവിടെ എത്തിച്ചേരുകയും ചേർന്ന കേരള ഗവർണർ ജസ്റ്റിസ് ശ്രീ സുഖദേവ് സിംഗ് കാങ്ങിനെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. With great pleasure and gratitude, we welcome you to this auspicious function, sir. എക്കാലവും DC ബുക്സിന്റെ ബന്ധുവും ഉറ്റ സുഹൃത്തുമായ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ T.K. രാമകൃഷ്ണനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കോട്ടയത്തിന്റെ നിയമസഭാ സാമാജികൻ കൂടിയായ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഞാൻ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. മലയാള സാഹിത്യ തറവാട്ടിലെ കാരണവർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ പൊൻകുന്നം വർഗീയും എൻ്റെ പിതാവ് ശ്രീ DC കിഴക്കേമുറിയുമായുള്ള ബന്ധം ഒരു ഇതിഹാസം തന്നെയായിരുന്നു. പുസ്തകത്തിന്റെ ലോകത്തേക്ക് എൻ്റെ പിതാവിനെ ആനയിച്ച ശ്രീ വർഗീസ് സാർ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ തന്നെ ജൂബിലി സ്മാരകമായി ഒരു റിസർച്ച് ലൈബ്രറി, കോൺഫറൻസ് റൂമുകൾ തുടങ്ങി അത്യാധുനിക സജ്ജീകരണങ്ങളോടുള്ള ഒരു ബഹുനില മന്ദിരം ഞങ്ങൾ പരിപാടിയിട്ടിരുന്നു. ഈ സ്മാരക മന്ദിരത്തിലെ ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് ഏറ്റവും ഇവിടെ എത്തിയിട്ടുള്ളത് സരസ്വതി വരം ലഭിച്ച മലയാളത്തിന്റെ അക്ഷര തേജസ്സായ മഹാനായ എഴുത്തുകാരൻ ശ്രീ O.V. വിജയനാണ്. DC ബുക്സിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കൂടിയായ ശ്രീ O.V. വിജയനെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പുതിയ മന്ദിരത്തിൽ സ്ഥാപിക്കുന്ന മൾട്ടി കളർ ഓഫ്സെറ്റ് പ്രസിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കാമെന്ന് വെച്ചത് ഇന്ത്യൻ പത്രപ്രവർത്തന രംഗത്തെ അധികായന്മാരായ മലയാള മനോരമയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ ജേക്കബ് മാത്യു ആണ്. അക്ഷരരംഗത്തെ സഹകാരികൾ എന്നതിൽ കവിഞ്ഞ് തലമുറകളുമായുള്ള ബന്ധത്തെ കൂടി സ്മരിച്ചുകൊണ്ട് ശ്രീ ജേക്കബ് മാത്യുവിനെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളെയും ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. കൃത്യം 25 വർഷം മുമ്പ് 1974 ആഗസ്റ്റ് 29-ാം തീയതിയാണ് DC ബുക്സിന്റെ പിറവി. യശസ്വരീയനായ ശ്രീ DC കിഴക്കേമുറിയാണ് ഇതിന്റെ സ്ഥാപകൻ. സാധകരുടെയും പുസ്തക വിൽപ്പനക്കാരുടെയും മലയാള വായനക്കാരുടെയും ഇടയ്ക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഗുഡ്വിൽ, അതായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ ക്യാപിറ്റൽ. 7500 രൂപ. അതായിരുന്നു അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച ഏറ്റവും മുഖ്യമായ ഘടകം. സാധന കല എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ ഒരു ഇതിഹാസമാണ് DC. അദ്ദേഹം തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരു അനുഗ്രഹം സിദ്ധി അദ്ദേഹത്തിനുണ്ട്. ഈ സ്ഥാപനം വളർത്തുന്ന കാര്യത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങളെ എന്നേക്കാൾ കൂടുതൽ അതെല്ലാം അറിയാവുന്നവരുടെ മുമ്പിൽ വിശദീകരിക്കുന്നത് സാഹസമായിരിക്കും. അതിന് ഞാൻ മുതിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ രവിയും അദ്ദേഹത്തിൽ നിന്ന് സമ്പാദിച്ച ഈ കലയിലുള്ള അറിവുകൾ ഈ സ്ഥാപനത്തിൻ്റെ അഭിവൃദ്ധിക്കും പുതുമ നിറഞ്ഞ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ വിജയത്തിനും വളരെയേറെ
സഹായകമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പ്രസിദ്ധീകരണ വിഭാഗത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ മുഖ്യമെന്നോ അധ്യക്ഷ പ്രസംഗമെന്നോ പറയാവുന്ന ഈ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശ്രീ ഒ വി വിജയന്റെ പ്രസംഗം വായിക്കുന്നത് എന്ന പ്രാർത്ഥനയോടെ ആണ് ഞാൻ ഇവിടുത്തെ സന്നാഹങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. എഴുത്തുകാരന് മടിക്കിൽ നിന്ന് ഏതാണ്ടൊക്കെ പഠിക്കാനുണ്ട്. സോക്രട്ടീസ് പോലും തൻ്റെ ചോദ്യങ്ങളെ ചന്തസ്ഥലത്തേക്ക് കൊണ്ടുപോയിരുന്നു. ക്ഷമിക്കണം ഈ നേരം നോക്കിനായിട്ട്. ഏതായാലും ശ്രീ DC നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഈ നേരം പോക്ക് അദ്ദേഹത്തോട് പറഞ്ഞത് ഇപ്പോൾ ഓർക്കുന്നു. പഴമയുടെ കാലങ്ങളിൽ എവിടെയോ ഒരു ഗ്രന്ഥപ്പുര തീ പിടിച്ചൊടുങ്ങി. എന്നാൽ ഒരു പുസ്തകം മാത്രം തീയിനെ അതിജീവിച്ചു. ഭാസന്റെ സ്വപ്നവാസവദത്തം മാത്രം. ഇന്ത്യൻ സാഹിത്യ രംഗത്ത് ഇതുപോലുള്ള ഒരു ശുചീകരണത്തിന് കച്ചവടക്കാരനും എഴുത്തുകാരനും ഒരു കൂട്ടിയത്നം, അത് എങ്ങനെ എന്ന ചിന്ത തുടങ്ങാറായി. നമസ്കാരം. DC ബുക്സിന്റെ രജത ജൂബിലി സ്മാരക മന്ദിരത്തിന്റെയും പുതിയ പ്രിന്റിംഗ് യൂണിറ്റിന്റെയും ഉദ്ഘാടനം നടക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ മനം നിറഞ്ഞ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. DC ബുക്സ് എന്ന പേര് കേൾക്കുമ്പോൾ കോസ്റ്റോറിക്കയിലെ ലാ നാസിയോ എന്ന ദിനപത്രത്തിന്റെ കാര്യമാണ് എന്റെ ഓർമ്മയിൽ വരുന്നത്. ആ രാജ്യത്തെ പത്രപ്രചാരത്തിന്റെ 85% ഈ പറഞ്ഞ പത്രത്തിന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് കോസ്റ്റോറിക്കയിൽ പത്രം എന്ന് മാത്രം പറഞ്ഞാൽ ലാ നാസിയോ എന്നാണ് അർത്ഥം. ഇതേ സ്ഥാനമാണ് DC ബുക്സിന് ഇന്ന് കേരളത്തിലുള്ളത്. മലയാളത്തിൽ അക്ഷരമെന്നും പുസ്തകമെന്നും കേൾക്കുമ്പോൾ ആദ്യത്തെ പേര് നമ്മുടെ നാവിൽ വരുന്നത് DC ബുക്സിന്റെ പേരാണ്. പ്രതിദിനം ഒരു പുസ്തകം എന്ന നിലയിൽ തുടങ്ങിയതിനു ശേഷം 2 ദിവസത്തിൽ 3 പുസ്തകം എന്ന നിലയിലേക്ക് DC ബുക്സ് റെക്കോർഡ് നേടിക്കഴിഞ്ഞു. കേരളത്തിലെ പുസ്തക വിൽപ്പനയുടെ 80% DC ബുക്സിലൂടെയാണ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ നേട്ടം തന്നെയാണ്. On the cultural horizon of Kerala, with such a beautiful, rich language and culture, and with a galaxy of writers, a star came on the firmament, an eminent journalist and a known writer. Combined with him the pragmatism of a shrewd businessman, and created such a beautiful and magnificent organization, DC Books. He not only succeeded as a publisher, but also was successful to have the cooperation of eminent writers and forming a publishing cooperative society. Naturally, the next step was to provide an effective and successful mechanism
for the sale and disposal of books. He successfully launched another venture. The books produced could not be purchased, all of them, by institutions or individuals. So the next thing to do was to make an arrangement for making these books available to the very strong library system of the state. So he took care of all aspects of printing, publishing, and distribution of books. And one can say the contributions to be a pyramid built with one hand. The celebrations have gone on for over a year. Learned people have given their thoughts, shared their thoughts with you, and you have benefited from the various activities all these days. Even otherwise, it will be presumptuous on my part to talk about the contribution, the achievements of great writers of Malayalam, of Kerala, in other languages also. I felt how poor I was when I realized, after reading certain translations of the works of various eminent writers of fiction, literature of Malayalam, translation only is just a device casually appreciate and know what has been written in a language. But all the same, after reading, particularly the writings of Vijay, I was very much impressed. It is very refreshing to know that the state has 100% literacy. Though personally I feel that that is not sufficient now. We should now proceed towards getting our state to be declared 100% educated, not only literate, but educated. I wish them all success. Thank you very much. ദിനമായ ഇന്ന് ഞങ്ങളോടൊപ്പം ആഹ്ലാദം പങ്കിടാനായി ഇവിടെ എത്തിച്ചേർന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കേരള ഗവർണർ ജസ്റ്റിസ് സുഖ്ദേവ് സിംഗ് കാങ്ങിന് DC ബുക്സിന് വേണ്ടി കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. We extend our sincere thanks for inaugurating our Silver Jubilee valedictory function to His Excellency Justice Sukhdev Singh Kang, Governor of Kerala. ഈ യോഗത്തിൽ അധ്യക്ഷനായിരുന്ന കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രിയും കോട്ടയത്തിന്റെ നിയമസഭാ സാമാജികനും എഴുത്തുകാരനുമായ ശ്രീ TK രാമകൃഷ്ണന് DC ബുക്സിന്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. രജത ജൂബിലി സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയും തന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്ത മലയാളത്തിന്റെ മഹാനായ എഴുത്തുകാരൻ ശ്രീ OV വിജയന് DC ബുക്സിന് നന്ദി. സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും തിരി മുറിയാതെ നിന്ന് കത്തുന്നതിന് വരുന്ന തലമുറകൾക്കും അക്ഷര കേരളത്തിനുമായി സമർപ്പിച്ചിരിക്കുന്ന ഈ മന്ദിരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ശ്രീ DC കിഴക്കേമുറിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത മലയാളത്തിന്റെ തലമുതിർന്ന കാരണവർ ശ്രീ പൊൻകുന്നം വർക്കിക്ക് DC ബുക്സിന്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.
പുതിയ മന്ദിരത്തിലെ പുതിയ അച്ചടി സംവിധാനം ഉദ്ഘാടനം ചെയ്ത മലയാള മനോരമ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ ജേക്കബ് മാത്യുവിന് DC ബുക്സിന്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ മന്ദിരത്തിന്റെ നിർമ്മാണ ജോലികളുമായി സഹകരിച്ചവർ, ചടങ്ങുകൾ വിജയപ്രദമാക്കാൻ പ്രയത്നിച്ചവർ എന്നിങ്ങനെയുള്ള എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും ഈ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ വിശിഷ്ടാതിഥികൾക്കും DC ബുക്സിന്റെ പേരിൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
DC ബുക്സ് 25ാം വാർഷിക സമ്മേളനവും DC അനുസ്മരണ സമ്മേളനവുമാണ്. ഈ സമ്മേളനത്തിൽ DC സ്മാരക പ്രഭാഷണം ചെയ്യാമെന്നേറ്റത് എഴുത്തുകാരനും പണ്ഡിതനും മുൻ പ്രധാനമന്ത്രിയുമായ ശ്രീ PV നരസിംഹറാവു ആയിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹം കഴിഞ്ഞ 2 ആഴ്ചകളായി ചെയ്തു വരികയായിരുന്നു. അദ്ദേഹത്തിന് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ വരെ കോട്ടയത്ത് തയ്യാറാവുകയും ചെയ്തിരുന്നു. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, പെട്ടെന്നുണ്ടായ ദേഹാസ്വസ്ഥത മൂലം അദ്ദേഹത്തെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശിക്കാനുണ്ടായത്. പക്ഷേ അദ്ദേഹം ആശുപത്രി കിടക്കയിൽ ഇരുന്ന് താൻ സ്വന്തമായി തയ്യാറാക്കിയ മുഖ്യ പ്രഭാഷണം ഞങ്ങൾക്ക് വേണ്ടി വീഡിയോ റെക്കോർഡ് ചെയ്ത് എത്തിക്കുകയുണ്ടായി. ശ്രീ റാവു ഈ വേളയിലേക്ക് തയ്യാറാക്കിയ പ്രസംഗം അച്ചടിച്ച് ഈ സമ്മേളനത്തിൽ വിതരണം ചെയ്തിട്ടുമുണ്ട്. റെക്കോർഡ് ചെയ്ത പ്രസംഗം ഇവിടെ സ്ക്രീനിലൂടെ പ്രദർശിപ്പിക്കുന്നുമുണ്ട്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്നറിയിച്ച മനോരമ ചീഫ് എഡിറ്റർ ശ്രീ KM മാത്യു അടിയന്തര ഓപ്പറേഷന് ശേഷം വിശ്രമത്തിലാണ്. ഇനി ഇന്നത്തെ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് തമിഴകത്തെ പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ സുന്ദര രാമസ്വാമിയാണ്. ഒരു പുളിമരത്തിന്റെ കഥ എന്ന കൃതിയിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ ശ്രീ സുന്ദര രാമസ്വാമിയെ ഈ ചടങ്ങിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ DC-യെ അനുസ്മരിക്കുന്നത് മലയാള കഥയുടെ പ്രകാശഗോപുരമായ ശ്രീ T. പത്മനാഭനാണ്. ജൂബിലി ആഘോഷങ്ങൾ നടക്കുന്ന 3 ദിവസവും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് നേരത്തെ അറിയിച്ച ശ്രീ പത്മനാഭൻ DC ബുക്സിന്റെ ഉറ്റ സുഹൃത്തും ബന്ധുവുമാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. DC ബുക്സിന്റെ 1ാമത്തെ പുസ്തകമായ ശൈലീ നിഘണ്ടുവിന്റെ രജത ജൂബിലി പതിപ്പ് പ്രകാശനം ചെയ്യുന്നത് ശ്രീ കുഞ്ഞുണ്ണി മാഷാണ്. ഞങ്ങളുടെ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായി വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന മലയാളികളുടെ കുഞ്ഞുണ്ണി മാഷെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശൈലീ നിഘണ്ടു സ്വീകരിക്കുന്നത് മലയാളത്തിലെ പുതിയ ശൈലിയുടെ വക്താവായ ശ്രീ ആശാ മേനോനാണ്. ആശാ മേനോന് ഞങ്ങളുടെ സ്വാഗതം. DC കാലത്തിന്റെ കർമ്മസാക്ഷി എന്ന DC സ്മരണിക പ്രകാശനം ചെയ്തത് ജസ്റ്റിസ് VR കൃഷ്ണയ്യരാണ്. 1990 ഓഗസ്റ്റ് 29 DC ബുക്സിന്റെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തതും ശ്രീ കൃഷ്ണയ്യരാണ്. സ്മരണകളുടെ നിറദീപം വീണ്ടും കൊടുക്കുന്ന ഈ ദിനത്തിലും ഞങ്ങളോടൊപ്പം ഉണ്ടായതിന് കേരളത്തിലെ ധാർമ്മികതയുടെ ദീപമായ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് VR കൃഷ്ണയ്യർക്ക് നിറഞ്ഞ സ്വാഗതം. പ്രൈസ് ജേതാവായി തീർന്ന ശ്രീമതി അരുന്ധതി DC ബുക്സിന്റെ ഗ്രന്ഥകർത്തി കൂടിയാണ്. ശ്രീമതി അരുന്ധതിയെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിന്റെ സ്ഥാപകൻ കോട്ടയത്ത് MD കൊമേഴ്ഷ്യൽ സെന്ററിൽ അദ്ദേഹം വാടകയ്ക്കെടുത്ത ഒരു കൊച്ചുമുറിയിൽ അഡ്വക്കേറ്റ് N. കൃഷ്ണയ്യർ ഭദ്രദീപം കൊളുത്തിയതോടെ ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. 25 വർഷക്കാലം തർപ്പിത സേവനമനുഷ്ഠിച്ച ശേഷം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൽ നിന്നും വിരമിക്കുമ്പോൾ ലഭിച്ച റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് കേവലം 7500 രൂപ മാത്രമാണ് ഇതിന് മൂലധനമായി ഇറക്കുവാൻ ശ്രീ DC കിഴക്കേമുറിയുടെ പക്കൽ ഉണ്ടായിരുന്നത്. സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചതും ജൂബിലി ഗ്രന്ഥാവലിയിലേക്കുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തതും ജൂബിലി സ്മാരക മന്ദിരത്തിന് തറക്കല്ലിട്ടതും അദ്ദേഹം തന്നെയായിരുന്നു. 1998 ജനുവരി 26-ാം തീയതി പത്മഭൂഷൺ ബഹുമതി നേടിക്കൊണ്ട് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. അക്ഷരസ്നേഹിയായ ശ്രീ DC കിഴക്കേമുറിയുടെ അഭിലാഷം അങ്ങനെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. നമസ്കാരം. ദീക്ഷപ്രസംഗമായി കൂടുതൽ ഒന്നും പറയാനില്ല. DC-യെ കുറിച്ച് ചില ഓർമ്മകളുണ്ട്, അത് പറയാനാണ് ഉദ്ദേശം. അതിനു മുമ്പ് ഇത്തരമൊരു പ്രധാനപ്പെട്ട വേദിയിൽ എനിക്ക് സംസാരിക്കാൻ സന്ദർഭമുണ്ടായിരുന്ന DC-യോട് നന്ദി പറയാനുള്ള കടമ എനിക്കുണ്ട്. എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറയും എന്ന് ഞാൻ വിചാരിച്ചു. കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് കവിതയെക്കുറിച്ചോ ചെറുകഥയെക്കുറിച്ചോ നോവലിനെ കുറിച്ചോ
ഒന്നും തന്നെ പറയാനില്ല. ചന്ദ്രശേഖര വാര്യരെ ഇപ്പോൾ ആദരിക്കുന്നു. പൊന്നാട അണിയിക്കുന്നതിനും ഉപഹാര സമർപ്പണത്തിനുമായി ജസ്റ്റിസ് ശ്രീ VR കൃഷ്ണയ്യരെ ക്ഷണിക്കട്ടെ. ാം പിറന്നാളാണ് ഇന്ന്. ഈ പിറന്നാൾ ആഘോഷം കൃത്യം 1 കൊല്ലം മുമ്പേ തുടങ്ങിയതുമാണ്. Because the first short story that I ever wrote, which has not been published, the first rejection slip that I ever got was a story that I wrote that was set in Maharashtra Hall. It was called Meeting Media Teacher. It wasn't such a grand hall then. It was smaller and more huge. I don't think I have the right to speak for long here because I can't even pretend that I knew Mr. Kerry at all. I only met him once. I think it was just a few months before he died. ഇടപെടാൻ സാധിക്കില്ല. ഇതൊരു നല്ല അവസരമാണ്. എൻ്റെ ഡോക്ടർമാരെ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം തന്നെ വിളിച്ച് പറഞ്ഞു, ഡോക്ടർമാരെ സന്ദർശിക്കുന്നു, ഞാൻ 3 ദിവസവും ഈ പരിപാടി പങ്കെടുക്കും എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് എന്നെ വിളിച്ച് പറഞ്ഞു, ഇതിൻ്റെ DC ബുക്സിനെ കുറിച്ച് സമഗ്രമായ ഒരു നോട്ട് വേണം, DCയെ കുറിച്ച് വേറൊരു നോട്ട് വേണം. പിറ്റേ ദിവസം വിളിച്ച് പറഞ്ഞു, എനിക്ക് എല്ലാണെങ്കിലും 1 കൊല്ലം 2 മാസമോ ജോലിയായോ തീരുമാനിക്കാവുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളിലും പുസ്തകപ്രകാരം നടത്തിയിട്ടുണ്ട്. ആരോഗ്യമായ വെള്ളത്തിൻ്റെ വലിയ വലിയ അധികാരികളാണ്. അതുപോലെ അതിൻ്റെ വിശദവിവരങ്ങളാണ്. അതും എഴുതുന്നതിനും വേണ്ടി അദ്ദേഹത്തിന് അയച്ചു. അദ്ദേഹം പ്രശ്നം വിചാരണയായിട്ട് ഈ 24-ാം തീയതി അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി 9 മണിക്ക് ആശുപത്രിയിൽ അന്വേഷിക്കുന്നു. സർവ്വ ആശുപത്രിയിൽ പ്രവേശിക്കുന്നു. താങ്കളോട് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, ഫോണിൽ സംസാരിക്കില്ല, ഞാൻ നേരിട്ട് ചെല്ലുന്നു. ഒന്ന് വിവരമായി ഞാൻ ഇവിടെ അറിയിക്കുക. എനിക്കറിയില്ല, ഞാനെങ്ങനെയാണ് അറിയിക്കുക, ഒന്ന് പറയണം, ഒന്ന് പറയാൻ പറ്റില്ല, ഡോക്ടർമാരെ 6 ദിവസം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അന്നിട്ട് അതിനോടൊന്നും പറയാനൊന്നുമില്ല. ഞാൻ വൈകുന്നേരം വരാറുണ്ട്. വൈകുന്നേരം ഞാൻ പോയിട്ട് പറഞ്ഞു, പ്രസംഗം ചെയ്യാറായിരുന്നെങ്കിൽ അതിൽ ഞാൻ കൊണ്ടുപോകാം. ഡെയിലി ഉണ്ടാക്കാനായിട്ട് വളരെയധികം ഒരുക്കുകയും ചെയ്യും എന്നുള്ള ആശങ്കയോട് പോയിട്ട് ഇത് പ്രകാശനം നല്ല അങ്ങനെ പ്രയോഗങ്ങളും പഴഞ്ചൊല്ലുകൾ വരെ പ്രയാസമാണ്. പഴഞ്ചൊല്ലുകൾ ഞാനൊന്നും ചെയ്യുന്നുണ്ട്, കയ്യിലും പോലെ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ഉപയോഗിക്കുക പുസ്തകമായി ഉപയോഗിക്കുന്നുണ്ട്, എനിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്കും ഈ കൈലിയുടെ പ്രയോഗം, ആകട പ്രയോഗം ഒക്കെ നിങ്ങളുടെ കൈലിയെ ആകെ വേണ്ടവരെ ശക്തമാക്കാനും സുന്ദരമാക്കാനും ഒരുപാടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിൽ ഇത് ഒരുക്കുക. കുട്ടികളടക്കം അവരെ ഇതെല്ലാം ജീവിച്ച് അവർക്കും ഈ കാര്യത്തെ വെച്ച് അവരെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കിഴക്കേ മുതൽ ഈ സമ്പന്നമായിരുന്ന ഈ കുടുംബത്തിൽ വീണ്ടും അവർക്ക് സന്തോഷം പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റിന്റെ മർമ്മം കുറേ കഴിഞ്ഞാണ് അതും വളരെ അന്തരമായ രീതിയിൽ സംബന്ധിച്ച ആവശ്യങ്ങളുണ്ട്. നമുക്കോ എന്നുള്ള ചെയ്യുന്നത് ഇതിനാണ് അതുപോലെ പറയുമ്പോൾ ആദ്യത്തെ പുസ്തകം ശൈലി സാധിക്കുന്നത് അത് താങ്കൾ ചെയ്യുകയാണ് ഒന്ന് പൂർത്തിയിരിക്കേണ്ടത്.
എന്ത് ലാഭം നിർവഹിക്കുകയാണ് വരാൻ തയ്യാറാണ് ഞാൻ എന്ന അദ്ദേഹത്തോട് ഉറപ്പ് കൊടുത്തത്. നിർഭാഗ്യവശാൽ 30-ാം തീയതി, അതായത് നാളെ നീലൻ തിരിച്ചോ പ്രസിദ്ധനായ അഭിഭാഷകൻ എന്റെ ആത്മസുഹൃത്തായിരുന്ന ശ്രീനഗരിയിലെ ഒരു രാജപ്രവർത്തകൻ എന്ന് പറയാം, അദ്ദേഹത്തെ കുറിച്ച് ഡൽഹിയിൽ വെച്ച് ഒരു ബൃഹത്തായ യോഗം ചേരുകയാണ്. അദ്ദേഹത്തിന് നടത്തുന്നതായ ഒരു പരിപാടി ഞാൻ ജയിച്ചു പോയതായ എന്ത് തരത്തിലുണ്ടായ തരത്തിലില്ല, പോകാറുള്ളതാണ്. അതൊരു സന്ദേശമാണ് എഴുതിയത്. ഞാൻ രക്ഷപ്പെടാൻ രാവിലെ ഡൽഹിയിൽ നിന്ന് പുറപ്പെടുകയോ വലിയൊരു ശ്രമിക്കാം. DC ഗവൺമെന്റിന്റെ ആദ്യ പദ്ധതി സ്വീകരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടത് ഒരു അംഗീകാരമായി ഞാൻ കണക്കാക്കുന്നു. അതിൽ അഭിമാനവും തോന്നുന്നു. എന്നേക്കാൾ എത്രയോ അധികം DCയോട് ഇടപഴകിയ അവരായിരിക്കും നിങ്ങളിൽ പലരും. എന്നാൽ നിങ്ങൾക്ക് ഒന്നുമില്ലാത്ത ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വിദേശയാത്രയും ഒരു ശൂന്യാകാശയാത്രയും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അമേരിക്കയിൽ ഞങ്ങൾ രണ്ടുപേരും ഏകദേശം 2 ആഴ്ച ഒപ്പം ചുറ്റി നടന്നു. ഞാൻ പിറ്റേ ദിവസമാണ് DC ന്യൂയോർക്കിലേക്ക് അദ്ദേഹവുമായുള്ള പരിചയവും അടുപ്പവും വളരെ വളരെ ദീർഘമാണ്. ചുരുങ്ങിയ 50 കൊല്ലമെങ്കിലുമാണ്. ഞാൻ കോളേജിൽ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഞാൻ DC അറിയുമായി. DC അവസാന കാലത്തുള്ളതുപോലെ ഒരു പൂർണ്ണിച്ച ശരീരപ്രകൃതിയുള്ള ഒരാളായിരുന്നില്ല. വളരെ മെലിഞ്ഞ് അല്പമൊന്ന് വളർന്ന് അത്ര പുതിയതല്ലാത്ത ഒരു കളർഷാളും ഒരു ഷാളും ഇട്ടുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിലെ തെരുവുകളിൽ കോൺഗ്രസിന്റെ ചില പ്രചാരകാര്യങ്ങളും മറ്റുമായി നടന്നിരുന്ന കാലത്ത് ഇന്റർമീഡിയറ്റ് പരീക്ഷയിൽപ്പെട്ടിരുന്ന ആ മാറ്റങ്ങളാണ് അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ പങ്കെടുക്കുവാനും DCയിലേക്കുള്ള ഈ സ്ഥാനാധികാരികളുമായി സംസാരിക്കുവാനുള്ള അവസരത്തിന് ഞാൻ ആദ്യമായി നന്ദി പറയും. 40 തിരുവിതാംകൂറിലെ ദേശീയ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന DC പിന്നീട് 70 പുതിയ സാംസ്കാരിക പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയാണ്. പുസ്തകങ്ങളിലൂടെ ഒരു സംസ്കാരത്തെ കെട്ടിപ്പടുക്കുവാനുള്ള പ്രവർത്തനം തന്നെയായിരുന്നു ചരിത്രകാരനായ കോളേജിൽ പറഞ്ഞ ഒരു വാചകം, ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ കർത്തവ്യം ഒരു സംസ്കാരം കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു. DC ഇവിടെ ചെയ്തതും ഒരു സംസ്കാരം കെട്ടിപ്പടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയായിരുന്നു. 30കളിൽ മാതൃഭൂമി പ്രിന്റ് സാഹിത്യത്തിന് ഏറ്റവും വലിയ മൊഴിയായ ഭാവങ്ങൾ കടന്നു ചെയ്തുകൊണ്ട് ഒരു സാംസ്കാരിക പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിരുന്നു. ഇതുപോലെ 70കൾക്ക് ശേഷം 80കളിലെ 90കളിൽ തന്നെ അദ്ദേഹം വിശ്വസാഹിത്യത്തിലെ എല്ലാ അടിയൊഴുക്കുകളും മലയാളികളെ പരിചയപ്പെടുത്തി. ശ്രീ PG ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏത് പുസ്തകമാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനും സന്തോഷപൂർവ്വം സമ്മതിച്ചിരിക്കുന്നു. അസുഖം എത്തിച്ചേരാൻ കഴിയാതെ വന്ന അദ്ദേഹം ഒരു സന്ദേശം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചതിന് ആദ്യമായി അദ്ദേഹത്തോട് നന്ദി പറയുന്നു. ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കാമെന്ന് ശ്രീ K. മാത്യു ദേഹാസ്വസ്ഥ്യം മൂലം വന്നു ചേരാൻ കഴിയില്ല. എങ്കിലും ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച പ്രശസ്ത സാഹിത്യകാരൻ സുന്ദരനാഥ സ്വാമിയോട് ഞങ്ങൾക്കുള്ള അഗേയമായ നന്ദി ഈ അവസരത്തിൽ പ്രകാശിച്ചുകൊള്ളുന്നു. DC അനുഷ്ഠാന പ്രസംഗം നടത്താമെന്ന് നിൽക്കുകയും ഇവിടെ നേരത്തെ വന്ന് സുന്ദരമായി നിർവഹിക്കുകയും ചെയ്ത മലയാള സാഹിത്യത്തിലെ അതുല്യ കഥാകാരനായ ശ്രീ G. പത്മനാഭനോട് ഞങ്ങൾക്കുള്ള നന്ദി കടപ്പാടും വാക്കുകളിൽ ഒതുങ്ങുകയല്ല. മലയാള ശൈലിനികൃതം പ്രകാശിപ്പിക്കാമെന്നത് ബഹുമാനപ്പെട്ട കേരള വിദ്യാഭ്യാസ മന്ത്രി ശ്രീ PJ ജോസഫായിരുന്നു. ഇതൊക്കെ പോലെ മതത്തിൽ കഴിയാതെ പോലെ അദ്ദേഹത്തിന് കുറവ് ലഭിക്കുന്ന കുഞ്ഞൻ മാഷോട് ഞങ്ങൾ വളരെ കൃതജ്ഞതയുണ്ട്. ഈ പുസ്തകം സ്വീകരിച്ച ആശാനിലും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ പ്രവാസനം DC സ്ഥാപനങ്ങളുടെയും കുടുംബത്തിന്റെയും ഉച്ചെടുത്തുമാണ്. സൂര്യ പ്രകാശിപ്പിച്ച അദ്ദേഹത്തോട് ഞങ്ങൾക്ക് യാതൊരു കടപ്പാടും ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
ആവാസത്തിലും കോട്ടയത്തിലായ മനുഷ്യനിൽ അനുഭൂതി റോയാണ്. അനുഭൂതി റോയെയും ഈ സമ്മേളനത്തിൽ ആശംസാ പ്രസംഗങ്ങൾ നടത്തിയ ഈ ഗോവിന്ദപിള്ള, ഡോക്ടർ കെ ഗ്രൂപ്പ്, ശ്രീ ജോസഫ് ഗ്രൂപ്പുകൾ എന്നിവരോടും ഞങ്ങൾക്കുള്ള ആത്മാർത്ഥമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അവസാനമായി ചടങ്ങിൽ സംബന്ധിച്ച മാനസത്തിൽ ഓരോരുത്തർക്കും ഈ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. Welcome to Saswatam, DC Books Silver Jubilee Arts Festival. The first day evening we have Shloka. Shloka is an innovative rendering of abstract and ritualistic visuals that explore transcendent femininity. It is a continuation of Chandralekha's latest dance production Raga, which explore the mystic self, fluid and subtle. Shloka is about femininity in our bodies. Femininity and fertility, deeply connected areas in soil and seed, in vegetation, harvests, grains, in plants, flowers, forests, in the bodies of men and women. Deep, hidden secrets, enigmatic areas in our body, from here to here, from Moola to Sahasrara, from this pulsating point to 1,000-petal lotus, and earth mothers, the earth females, alert, vigilant, fiercely playful, and femininity in the bodies of men, deep down in the bodies of men, waiting to be evoked, waiting to be invoked. Shloka, a poem to the luminous body.
ആഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകൾ രണ്ടാം ദിവസമാണ് ഇന്ന്. 25 വർഷം മുമ്പ് 7,500 രൂപയും അതിലുപരി എഴുത്തുകാരും വായനക്കാരും അടങ്ങുന്ന മുഴുവൻ കേരളീയരുടെ വിശ്വാസതയും മൂലധനമാക്കി DC കെട്ടിയത് എളിയ രീതിയിൽ തുടങ്ങിയ ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് DC ബുക്സ്. ഇന്ന് DC ബുക്സ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 5 പ്രസാധകരിൽ ഒന്നാണ്. 24ാം പിറന്നാൾ അടുത്തപ്പോൾ തന്നെ DC ബുക്സിന്റെ സ്ഥാപകനും എന്റെ പിതാവുമായ ശ്രീ DC കെട്ടിയത് 1 വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷ പരിപാടികൾക്ക് രൂപം നൽകി. അതനുസരിച്ച് 1998 ഓഗസ്റ്റ് 8-ാം തീയതി ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശ്രീ KR നാരായണൻ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങുകളുടെ ഉദ്ഘാടനം കേരള ഗവർണർ ജസ്റ്റിസ് സുഖ്ദേവ് സിംഗ് ഇന്നലെ നിർവഹിച്ചു. തുടർന്ന് കുടുംബമേഖലയും ഫെമിനി മാഷിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ സമ്മേളനവും നടന്നു. വൈകുന്നേരം ശ്രീ സുന്ദരരാമസ്വാമിയുടെ അധ്യക്ഷതയിൽ നടന്ന DC അനുസ്മരണ ചടങ്ങിൽ ശ്രീ G. പത്മനാഭൻ DC അനുസ്മരണം നടത്തി. ചടങ്ങിൽ ഫെമിനി മാഷ് ശ്രീ ആശാമേനോൻ, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, ശ്രീ VK മാധവൻകുട്ടി, ശ്രീമതി അരുന്ധതി റോയ്, ശ്രീ P. ഗോവിന്ദപിള്ള, ഡോക്ടർ KK കുറുപ്പ്, ശ്രീ ജോസഫ് പുലിക്കലിനെ തുടങ്ങിയവർ പങ്കെടുത്തു. രണ്ടാം ദിവസമായ ഇന്ന് ഇതിനകം പ്രസാദ സൗഹൃദ സമ്മേളനവും എഴുത്തുകാരുടെ സമ്മേളനവും കലാസമ്മേളനവും നടന്നു. ജൂബിലി ആഘോഷങ്ങളുടെ രണ്ടാം ദിവസമായ ഇന്ന് ഇനി നടക്കാൻ പോകുന്നത് സാഹിത്യ സമ്മേളനവും കലയനുസ്മരണവുമാണ്. 7 ദശാബ്ദങ്ങളായി മലയാളത്തിൽ നിലനിന്ന അനശ്വര കലാകാരനും
വർഷമായിരുന്നു. ഇന്ന് ഈ കലാകാരൻ നമ്മോടൊപ്പം ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ മനുഷ്യ കഥാനായ കലാകൃതികൾ നമ്മോടൊപ്പം ജീവിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്താൻ സംബന്ധിച്ചത് പ്രൊഫസർ പുത്തനാരാണ്. അദ്ദേഹം പുറപ്പെട്ടു കഴിഞ്ഞു. ഏത് നിമിഷം എടുത്തും അദ്ദേഹത്തിന്റെ വേദിയിലേക്ക് അദ്ദേഹത്തിന്റെ ആസ്ഥാനത്തിൽ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കവിയും വിമർശകനും പണ്ഡിതനും സുഹൃത്തുമായ ഡോക്ടർ കെ അയ്യപ്പപ്പണിക്കറാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. ഈ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് പ്രമുഖ ഒറിയ എഴുത്തുകാരി മലയാളികളുടെ സുപരിചിതമായ ഡോക്ടർ പ്രതിഭ റായാണ്. മിസസ് പ്രതിഭ റായി വെൽക്കം യു ടു ദിസ് ഓഫീഷ്യൽ ലിറ്റററി ഗാലറി. സാഹിത്യ സമ്മേളനത്തിൽ യശസ്വരനായ തമിഴ് ശാസ്ത്രത്തെ അനുസരിക്കുന്നത് പ്രമുഖ എഴുത്തുകാരനായ ശ്രീ ശ്രീമുഖനാണ്. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഈ ചടങ്ങിലേക്ക് മാത്രമായാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തെ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ ഓംശേരി പ്രൊഫസർ MKS ആണ്. ശ്രീ സേതു ഡോക്ടർ ബന്ധുക്കുമെന്നുള്ള കൊച്ചിൻ സർവകലാശാല വൈസ് ചാൻസലർ എഴുത്തുകാരനായ ബാബു ജോസഫ്, പ്രൊഫസർ ആർ നരേന്ദ്ര പ്രസാദ്, ശ്രീ സി രാഘവൻ എന്നതാണ് മറ്റുള്ളവർ. എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാഹിത്യ സമ്മേളനത്തെ തുടർന്ന് ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി DC ബുക്സ് പുറത്തിറക്കുന്ന അഖിലവിജ്ഞാനോത്സവം സീരിയലും പ്രകാശനമാകുന്നു. അഖിലവിജ്ഞാനോത്സവത്തിന്റെ ചീഫ് എഡിറ്റർ ശ്രീ DN ജയചന്ദ്ര ഇതിന് നാമവുമായി സംസാരിക്കുന്നു. സീരിയലും പ്രകാശിപ്പിക്കുന്നത് വിജ്ഞാനോത്സവ ഉപദേശക സമിതി അംഗങ്ങളുടെ ഡോക്ടർ ഇക്ബാലാണ്. ഏറ്റുവാങ്ങുന്നത് പരമശ്രീ ഭരത്. 3 പേർക്ക് ഞങ്ങളുടെ സ്വാഗതം. കേരളത്തിന്റെ പലഭാഗത്തു നിന്നായി അനവധി എഴുത്തുകാരും സഹൃദയരും ഈ ചടങ്ങിലേക്കായി എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടാതെ കോട്ടയത്തെ സർവദേശ സദസ്സ് എക്കാലത്തും വളരെ മുൻപതിൽ നിന്നും ഒന്നാണ്. ഇന്നത്തെ സദസ്സും വിഭിന്നമല്ല. സദസ്സിലെ ഓരോരുത്തർക്കും DC ബുക്സിന്റെ സ്വാഗതം. രജതജൂബിലി കൊണ്ടാടുന്ന DC ബുക്സിനെ കുറിച്ച് ഒരു ആമുഖമില്ലായാണ് ഞാൻ നിങ്ങളെ വിഭാഗിക്കുന്നത്. വാസ്തവത്തിൽ DC ബുക്സിന് ഒരു ആമുഖത്തിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം DC ബുക്സിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും തത്വശാസ്ത്രവുമെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം വളരെ സന്തോഷകരമായ ഒരു ചടങ്ങാണിത്. DC ബുക്സിന്റെ 25ാം പിറന്നാളിനോടനുബന്ധിച്ച് നടത്തുന്ന സാഹിത്യ സമ്മേളനവും തകഴി അനുസ്മരണവും വളരെ അടുത്ത ചങ്ങാതികളായിരുന്നു DC കിഴക്കേമുറിയും തകഴി ശങ്കരപ്പിള്ളയും. അവരെ രണ്ടുപേരെയും 49 കൊല്ലം മുമ്പ് ഒന്നിച്ച് കോട്ടയത്തെ YMCA ഒരു മുറിയിൽ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടായി. അന്ന് മുതൽ രണ്ടുപേരും ഏതാണ്ട് അടുത്ത കാലത്ത് വിവാഹിതരാകുന്നതുവരെ ആ സ്നേഹബന്ധം ഉറച്ചു നിന്നിരുന്നു. അക്ഷരകേരളം ഓരോ ദിവസവും വളരുന്നത് കണ്ട് അൻപുള്ള ആളുകളും അതിനുവേണ്ടി എല്ലാ രീതിയിലും പ്രവർത്തിച്ചവരുമായിരുന്നു അവർ രണ്ടുപേര്. DC ബുക്സ് 25 കൊല്ലം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിൽ മാത്രമല്ല, ഇതിനു മുമ്പ് DC പ്രവർത്തിച്ചിരുന്ന നാഷണൽ ബുക്ക് സ്റ്റോർ, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്നീ സ്ഥാപനങ്ങളുടെ വളർച്ചയിലും DC കേരളമുറി ശക്തമായ സംഭാവന ചെയ്യുന്നു. ഞാൻ 51-ൽ CMS കോളേജിൽ പഠിപ്പിക്കാൻ വരുമ്പോൾ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘവും നാഷണൽ ബുക്ക് സ്റ്റോറും അതിൻ്റെ നല്ല കാലത്തിൻ്റെ ഉദയം എന്ന കണ്ടുകൊണ്ടിരുന്ന PS നടത്തും കാലം, DC MPS ഭരിക്കും കാലം
ആപത്തെഴുത്തുകാർക്കില്ല താനും എന്ന രീതിയിൽ ഓണം നീണ്ട ഓണക്കാലം അവരാരംഭിച്ചു. പിന്നീട് ഉയർന്നതാശകളിലൂടെ ഈ പുസ്തക പ്രസാധന രംഗം മുമ്പോട്ട് വന്നു. SPTയിൽ നിന്ന് വിരമിച്ച ശേഷം വീണ്ടും കൂടുതൽ ഊർജ്ജസ്വലനായി. Dear Robbie DC, eminent personalities on and off the dais and friends. First of all, I pay homage to the great son of Kerala, Sri late DC Rajagiri. Friends, in this land of 100% literacy, I am the only person illiterate standing in front of you. I cannot speak, read and write my language. I take the permission to express myself in English. At the outset, I like to express my gratitude to one of India's leading publishing house, DC Books, for giving me the pleasure and this rare privilege of being here with you all amidst this August assembly in this auspicious concluding function of Silver Jubilee celebration. God's own country, the holy land of Kerala, has always attracted me for its scenic beauty, rich heritage, developed in rich literature, and moreover, for our warm and hospitable people. This is my fourth visit to Kerala, and I wish to visit Kerala again and again. I feel honored, and I am indeed charged with creative inspiration, landing in Kottayam, the Vani Peter. Kottayam is indeed Vani Peter in true sense, not only for Malayali people, but for any Indian who is a worshipper of Akshara Brahma. And Mahamantra, that is Shanti, Shanti, which needs no weapon to be mastered. The Silver Jubilee function is a great affair and it ends in grand success. It shows that DC Robbie, though very young, is the right son of his illustrious father, and under his able guidance, DC Books' future will be far more bright in the new century. I wish you good luck, belated Onam greetings. Thank you, friends, for giving me a patient hearing. Wish you all the best. Joy. പ്രഭാഷണം നടത്തുന്നത് ശ്രീ M. മോഹനൻ. ഇവിടെ വരാൻ സാധിച്ചതിന് 2 ദിവസത്തിനുള്ളിൽ ധാരാളം എഴുത്തുകാരെയും സുഹൃത്തുക്കളെയും കാണാൻ പറ്റുവാൻ സാധിച്ചു. ഇതിന് അവസരം നൽകിയതിന് ഞാൻ വ്യക്തിയുടെ കർത്തവ്യ ഈ സമ്മേളനങ്ങളിലേക്ക് കടന്നതോടൊപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരം മുതൽ എൻ്റെ മനസ്സിൽ ഇരിക്കുകയാണ്. വളരെയധികം കാര്യങ്ങൾ അറിയപ്പെട്ടുള്ള വളരെയധികം കാര്യങ്ങളാണ് ഓർമ്മിക്കുന്നത്. അറിയപ്പെട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച പ്രസാധക സംഘം എന്ന സ്ഥാനം അതിനെ നേടിക്കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ DC അസാധാരണമായ പ്രതിഭാശക്തി പ്രസാധക പൊതുവെ ശക്തി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഈ സന്ദർഭത്തിൽ പ്രസാധക പൊതുവെ ആദരവോടുകൂടി ഞാൻ സ്മരിക്കും. അത് തിരിച്ചറിയാൻ എനിക്ക് എല്ലാ തരത്തിലുള്ള
കഴിവുകളുണ്ട് എന്നെനിക്കറിയാം. ദേവിയുടെ കൈകളിൽ ഈ സ്ഥാപനം കൂടുതൽ ശോഭാവമായി വളരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാഹിത്യത്തിൽ നമുക്ക് ഒരു പാരമ്പര്യം തീർച്ചയായും ഉണ്ട്. ഏത് സാഹിത്യത്തിന് എന്നതുപോലെ തന്നെ ആ നിലയ്ക്ക് ആ പാരമ്പര്യത്തെ സംരക്ഷിക്കുകയും അത് തലമുറകളിലൂടെ പകരുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തത് ആദ്യകാലത്തെ പ്രസാധകരാണ്. അതിൽ എത്തിരട്ടിയ പ്രത്യേകമായി നാം സ്വാഗതം മലയാള രാജ്യം ഇങ്ങനെ ആദ്യകാലത്ത് ചില പ്രസാധകന്മാർ നമ്മുടെ രാമായണവും മഹാഭാരതവും കൃഷ്ണഗാഥയും മറ്റും വലിയ സമ്പൂർണ്ണങ്ങളായി ജനസാമാന്യത്തിന് സമർപ്പിക്കുന്നതിൽ വഹിച്ച പങ്ക് അത്യധികം സ്തുത്യർഹമാണ്. ചില വിദേശങ്ങളിൽ നിന്ന് വന്ന് മലയാളം സംസാരിക്കാൻ മാത്രം അറിയാവുന്നവർക്കെല്ലാം ആയിരുന്നിട്ട് പോലും ഈ ഭാഷയുടെ വൈദ്യുതം സംരക്ഷിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ പ്രസാധക ബുദ്ധി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരെ ഈ സന്ദർഭത്തിൽ ഞാൻ സ്മരിക്കുന്നു. നമ്മുടെ സാഹിത്യത്തിന് അതിൻ്റേതായ വൈദ്യുതമുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഉയർന്നു നിന്നത് തീർച്ചയായും തകഴിച്ചു വെച്ചിട്ടുള്ളത് തന്നെയാണ്. മുഖത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർമ്മിക്കുകയായിരുന്നു. കുറേ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നതായി ഇവിടെ വന്നത് ഒരു അമിതമായ ആത്മാർത്ഥതയാണ്. ശാരീരികമായ വേലകൾ മാത്രമാണ് ഞങ്ങളുള്ളത്. കാരണം ഇത് അക്ഷരത്തിൻ്റെ ഒരു ഉത്സവമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പം ഈ അക്ഷരോത്സവം നമ്മുടെ ഭാഷയിൽ ആദ്യമായി ഉണ്ടാകുന്ന ഒരു വലിയ അക്ഷരോത്സവത്തിൽ പങ്കെടുക്കാതിരുന്ന അത് തീർച്ചയായിട്ടും ഒരു വളരെ വേണ്ടി അതുകൊണ്ടാണ് പ്രധാനമായി ഉദ്ദേശിച്ചത്. മറ്റൊന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾക്ക് മുഖങ്ങൾ ഈ വേദിയിലുണ്ട്, ഈ സദസ്സിലുമുണ്ട്. അവരെയൊക്കെ കേൾക്കാൻ ഒരു കാണുക എന്ന് പറയുന്ന മറ്റൊരു സന്തോഷത്തിലാണ്. അങ്ങനെ ഈ അടുത്താണ് വളരെ ചെയ്യുന്നത്. ഈ യോഗത്തിന് ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം ഒരു ഭാഗം കൂടി വിശ്വശേഷിക്കാൻ ഈസിയെക്കുറിച്ച് ഭാഗമുണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഇവിടെ ഇന്നത്തെ ചടങ്ങുകളാണോ ഇവിടെ ഒരു പരാമർശം ഉണ്ടായിരുന്നു വിഷയത്തിൽ സാധാരണക്കാരുടെയും മറ്റു തരത്തിൽപ്പെട്ടവരുടെ എല്ലാ തുറകളിൽപ്പെട്ടവരുടെ അഭിരുചികൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഉള്ള പുസ്തകങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒക്കെ പരാമർശിക്കപ്പെടുകയാണ്. ഈ കഴിഞ്ഞ 25 വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ സാഹിത്യ ലോകത്ത് വമ്പിച്ച മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ധാരാളം പുതിയ എഴുത്തുകാർ വന്നു, ധാരാളം പത്രമാസികകൾ വന്നു, ധാരാളം നിരൂപകന്മാർ വന്നു. പത്രമാസികകൾ തമ്മിൽ വ്യക്തമായ കോമ്പറ്റീഷൻ വന്നു, മത്സരം വന്നു. എഴുത്തുകാർ തമ്മിൽ വിവാദങ്ങൾ ഉയർത്തുവാൻ തുടങ്ങി, പരസ്പരം വിമർശിക്കുവാൻ തുടങ്ങി. ഇങ്ങനെ പരസ്പരം വിമർശിക്കുവാൻ തുടങ്ങിയെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കുവാൻ തുടങ്ങിയെങ്കിലും എഴുത്തുകാർ തമ്മിലുള്ള സ്നേഹത്തിന് യാതൊരു വിധവുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സൗഹൃദം വേറെ, അഭിപ്രായങ്ങൾ വേറെ. അത് മാത്രമല്ല, ഓരോ എഴുത്തുകാരനും വെച്ചുപുലർത്തുന്ന വീക്ഷണങ്ങൾക്കും ഓരോ എഴുത്തുകാരനും അവരുടെ തർക്കപ്പെടുത്തലിലൂടെ പുറത്തു കൊണ്ടുവരുന്ന വിഷയത്തിന് പ്രത്യേകതയും അതിന് വ്യക്തിത്വവും നൽകുന്നുണ്ട്. ഇങ്ങനെ വിവാദങ്ങൾ ഞങ്ങൾ ഉയർത്തുകയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള സ്പർദ്ധയും ഒരിക്കലും ഉണ്ടാവാറില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് മൂന്ന് എഴുതുകാരൊക്കെ പങ്കെടുക്കേണ്ടത് ഒരു കടമയാണ് എന്ന മനോഭാവത്തിലാണ് ഇവിടെ വന്നത്. കാരണം DC ന്യായമായി ഏതാണ്ട് 40 വർഷത്തോളം ഉള്ള സ്നേഹമുണ്ട്. മാത്രമല്ല അദ്ദേഹം അവസാനമായി ഡൽഹി സന്ദർശിച്ചു.
ഏറ്റവും രോഗാതുരനായി അച്ഛനായി എന്ന ചടങ്ങ് പങ്കിട്ടാണ് ക്ഷണം സ്വീകരിച്ച് വളരെ അച്ഛനായ പിന്നീട് അദ്ദേഹം എഴുതി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ചരമത്തിൽ നിന്ന് പല പ്രസിദ്ധീകരണങ്ങളും ആവശ്യപ്പെട്ട് ഞാൻ ചില അനുഷ്ഠാനങ്ങൾ പക്ഷേ ആ അനുഷ്ഠാനങ്ങളൊന്നും ഒതുങ്ങാത്ത എത്രയോ ആഗ്രഹത്തിന് പറയാനുണ്ട്. ആ ആഗ്രഹത്തിന് വിശേഷമായി ഞാൻ അദ്ദേഹത്തിന് നമസ്കരിക്കുന്നു. ഇന്നുള്ളത് ഇന്ന്